രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു പരാതി രേഖയായി ഒന്നും ഉയർന്നിരുന്നില്ലെങ്കിൽ പോലും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട ഘട്ടങ്ങളിലൊക്കെ പാലക്കാടിൻ്റെ MLA മാധ്യമങ്ങളോട് തട്ടിക്കയറുകയും അദ്ദേഹം എനിക്കെതിരെ എന്ത് തെളിവാണുള്ളത്, എവിടെയാണ് പരാതിയുള്ളത് എന്ന് ഒരു വാദമുയർത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഡിജിറ്റൽ തെളിവുകൾ സഹിതം പരാതിപ്പെട്ടിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു പഴുത് ബാക്കിയുണ്ടോ? സസ്പെൻഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഇടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യമുണ്ട്. കോൺഗ്രസ് ഇനിയെങ്കിലും രാഹുലിനെ മാറ്റി നിർത്താനും തള്ളിപ്പറയാനും തയ്യാറാകുമോ? ഗോപികൃഷ്ണൻ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ ഉയർന്ന സന്ദർഭത്തിൽ തുടക്കം തൊട്ടേ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച സമീപനങ്ങളുടെ നാൾവഴികൾ നമ്മുടെ മുന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു. നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച ആളായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമുണ്ടാക്കിയൊരു നേതാവാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ രാഹുലിനെതിരെ ഇത്തരമൊരു പരാതി എന്ന് പറഞ്ഞാൽ പേരില്ലാത്തൊരു പരാതി, ഈ എന്താണ് ആരോപണം എന്ന് പറയാതെ തന്നെ ഒരു പരാതി ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതിനുശേഷവും ചില ആരോപണങ്ങൾ അതായത് ഒരു പെൺകുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായ VD സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാണ്. ഇനി കോൺഗ്രസിലെ നേതാക്കളിൽ പലർക്കും ഇതുപോലെ സമാനമായി പാർട്ടിക്കകത്ത് തന്നെ അനുഭവം ഉണ്ടായിരുന്നവർ പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ മറുപടി, ഒരു പിതാവ് പുത്രി വാത്സല്യത്താൽ എന്താണോ ചെയ്യുക അത് ഞാൻ ആ കുട്ടിയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണോ കോൺഗ്രസ് ഒരിത്തരം പരാതികൾ കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്ന രീതി? അല്ല ഗോപികൃഷ്ണൻ, ആ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്, അങ്ങ് ശ്രദ്ധിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു പരാതി പൊതുമധ്യത്തിൽ പറഞ്ഞ ആൾ പോലും ഒരു പരാതിയായി അത് ഉന്നയിക്കുന്നില്ല. രാഹുൽ സ്വയം കറക്റ്റ് ചെയ്യട്ടെ, കറക്റ്റ് ചെയ്ത് ശരിയായ പാത സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പരാതി പറഞ്ഞ ആൾക്ക് പോലും ഇതിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ഒരു ബോധ്യമില്ലാത്തിടത്തോളം കാലം ഞങ്ങളൊന്ന് സ്വീകരിക്കണം. അതായത് താങ്കൾ പറഞ്ഞ ഞാൻ തിരുത്തണമെന്നാണ്. ഞാൻ തിരുത്താത്ത, എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ തിരുത്തും ശ്രീ അനൂപ്. അതായത് ഞാൻ പറഞ്ഞത് എന്താണ്, ആ പെൺകുട്ടി, അത് ഈ പറയുന്ന പെൺകുട്ടിയല്ല, താങ്കൾക്ക് അറിയാമല്ലോ, ആ പെൺകുട്ടി അന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് നടത്തിയ പ്രതികരണം, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുത്രി വാത്സല്യത്താൽ ഒരു പിതാവ് എന്താണോ ചെയ്യുന്നത് പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ രാഹുലിനെ വാൺ ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണോ പരാതിയോട് ഒരു പാർട്ടിക്കകത്തുള്ള സമീപനം എന്നാണ് ഞാൻ ചോദിച്ചത്. എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, പറയൂ. അല്ല, ഓക്കെ, ഞാൻ പറയാം. ആ പെൺകുട്ടി പോലും ആഗ്രഹിച്ചത് എന്താ? ആ പെൺകുട്ടി ഒരു ശിക്ഷണ നടപടി എന്നുള്ള രീതിയിലല്ലല്ലോ പറഞ്ഞത്. പെൺകുട്ടി പോലും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം സ്വയം കറക്റ്റ് ചെയ്യണം. ഞാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് ഉന്നയിച്ച ഒരാളാണ്. സ്വയം കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇതിൽ കൂടുതൽ എന്താ സ്വീകരിക്കേണ്ടത്? സ്വീകരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ഭാഷയിൽ അതിനെ വളരെ കൃത്യമായി അവരെ മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അത് മാത്രമല്ല ഗോപികൃഷ്ണൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കേണ്ട നൈതികമായ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് ഘട്ടത്തിൽ ഞാൻ പറയാം. ആദ്യ തവണ ഇത്തരം ഒരു പരാതി ഉയർന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ അയാൾ നിർവഹിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ ഒഴിവാക്കി എന്ന് മാത്രമല്ല, 1-2 ദിവസത്തിനുള്ളിൽ അയാളെ കോൺഗ്രസ് അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചത് റിനിയുടെ കാര്യമാണ്. ഇപ്പൊ റിനിക്ക് ആ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ താങ്കൾക്കറിയാമല്ലോ ശ്രീ അനൂപ്, പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആദ്യത്തെ ആക്ഷേപമല്ല റിനിയുടേത്. പരാതികൾ ധാരാളം പോയിട്ടുണ്ട്. ഇനി താങ്കൾക്ക് ഈ ചർച്ചയിൽ നിഷേധിക്കാം, താങ്കൾ എന്നോട് ചോദിക്കാം നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെ മറച്ചു പിടിക്കാം. പക്ഷേ പരാതികൾ പോയിട്ടുണ്ട്, എനിക്കറിയാം, താങ്കൾക്കും അറിയാം. അപ്പോൾ ഇനി ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ ഇതിനെല്ലാം ശേഷം ഇപ്പോഴും ഈ AICCക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും പോയിട്ടുണ്ട് പരാതി, നടപടി എടുക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വളരെ തിളങ്ങി നിന്ന, ഈ സമീപകാലത്ത് ചുറുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നുകൊണ്ടിരുന്ന, വലിയ സ്വീകാര്യത സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്കെതിരെ ഇത്രയും വലിയ ലൈംഗിക പീഡന ആരോപണങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിട്ടും
ഒരു നടപടിയും കൃത്യമായി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല സസ്പെൻഷനിലായ രാഹുൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച് അയാളുടെ സാന്നിധ്യം എല്ലായിടത്തും ഉറപ്പാക്കുന്നുമുണ്ട്. അതിലാണ് എന്റെ ചോദ്യം. ഇനി എന്തെങ്കിലും പറഞ്ഞു നിൽക്കാനുണ്ടോ എന്നാണ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ശ്രീ അനൂപിന്റെ ചോദ്യം. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഗോപികൃഷ്ണൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടിയാ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള രാഹുൽ ഗാന്ധി ആയാലും അത് ന്യായീകരിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ലാന്നേ. ഞങ്ങൾ രാഷ്ട്രീയം പറയാനാ. വ്യക്തിപരമായി ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി ഒരു കാര്യം ചെയ്താൽ പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്തം? പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി എടുക്കേണ്ട നിലപാട് 2 ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു. ആദ്യ ഘട്ടത്തിൽ ഇത്തരമൊരു ആരോപണം വന്ന ഉടനെ തന്നെ അതിന് ലിഖിതമായൊരു പരാതി ഇല്ലാഞ്ഞിട്ട് പോലും അതിനകത്ത് പരാതിക്കാരി ആവശ്യപ്പെടാത്തതിൽ കൂടുതൽ ഗൗരവത്തോടെ അതിന് പരിഗണിക്കുകയും അയാളെ പാർട്ടിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഒഴിവാക്കി. അപ്പോൾ ശ്രീ അനൂപ് കെ സുധാകരൻ KPCCയുടെ മുൻ അധ്യക്ഷൻ ഇപ്പോൾ പാർട്ടിയിലില്ലേ? ശ്രീ അനൂപ് KPCCയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ പാർട്ടിയിലില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഗോപികൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പറയേണ്ടതാരാ? KPCCയുടെ പ്രസിഡന്റാ. അതൊരു കളക്റ്റീവ് ഡിസിഷനാ. കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലെടുത്ത നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തി എടുത്തതല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഉന്നതമായ നേതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും ഉൾക്കൊള്ളുന്ന ബോഡി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പിന്നെ കോൺഗ്രസ് പോലൊരു വലിയ ജനാധിപത്യമുള്ള പാർട്ടിയിൽ അതിനോട് വിയോജിക്കാനും വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള ഇത് കോൺഗ്രസ് ഏത് പാർട്ടി ആയാലും അതൊരു ജനാധിപത്യ പാർട്ടിയാണോ അതൊരു ഏകാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയാണോ എന്നല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള പീഡന സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതാണോ ഒരു നേതാവിന്റെ സമീപനം എന്നത് തന്നെയാണ് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പോൾ കെ സുധാകരൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല, അദ്ദേഹം നിരപരാധിയാണെന്നാണ്. അല്ല, കോൺഗ്രസ് പാർട്ടി എടുത്തൊരു പൊസിഷനുണ്ട്. അതിനകത്ത് വ്യക്തിപരമായി ഏതെങ്കിലും നേതാവ് പറഞ്ഞതല്ലോ. കോൺഗ്രസ് പാർട്ടി എടുത്ത പൊസിഷൻ മുൻവിധികളില്ലാതെ ഈ പരാതി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ കൊണ്ട് സാധ്യമായി ഞങ്ങൾ പറഞ്ഞത് എന്താ? ഈ ഘട്ടത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്. ആദ്യ ദിവസം അയാളെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഒഴിവാക്കി. പിന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും കടുത്ത നിലപാടെന്ന് പറയുന്നത് അയാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ പറയണമെങ്കിൽ അതായത് ഇത് ഏറ്റവും ചുരുങ്ങിയത് ശ്രീ അനൂപ് ഇത് ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്കെങ്കിലും ബോധ്യമാകണ്ടേ? ഇപ്പോൾ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ പരാതിപ്പെട്ടിരിക്കുന്നത് ആരാണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് സജന? സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് നീക്കണമെന്നാണ്. നടപടിയെടുത്ത് കോൺഗ്രസ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കകത്ത് നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് പോയ പരാതിയിലെ ഉള്ളടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, പാർട്ടി അതൊക്കെ പരിശോധിക്കും ഗോപികൃഷ്ണൻ. ഞങ്ങൾ പറഞ്ഞു ഇനി നടപടി എടുക്കേണ്ടത് കേരളത്തിലെ സർക്കാരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു. ആദ്യം അയാളെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി. രണ്ടാമത് അയാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നേ ഒഴിവാക്കി. കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ അയാൾക്കുള്ള അവസരം, അവസാനത്തെ ശ്രേണിയിൽ പോലും രാഷ്ട്രീയം പറയാനുള്ള അവസരം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ്. കോൺഗ്രസിന് ലക്ഷക്കണക്കിന് വരുന്ന പ്രാഥമിക അംഗങ്ങളിൽ അയാളില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക. ഇനി നിലപാട് സ്വീകരിക്കേണ്ടത് കേരളത്തിലെ പോലീസിംഗ് സംവിധാനമാണ്. പോലീസിംഗ് സംവിധാനമാണ് അത് ഈ നിലപാട് സ്വീകരിക്കേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഒറ്റ സെക്കൻഡ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു. അയാൾ ഈ പാർട്ടിയിലില്ല, അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് പാർട്ടി പരിപാടികളിലോ വേദികളിലോ നേതാക്കളുമായോ സമ്പർക്കം പുലർത്താനോ പരിപാടികളിൽ പങ്കെടുക്കാനോ കഴിയില്ല. ഇതൊക്കെ പാർട്ടി നേതാക്കൾ നിരവധി തവണ പറഞ്ഞതാണ്. ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെവി കൊണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. വീട് കയറിയുള്ള പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു. ആശാ വർക്കർമാരുടെ സമര വേദിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വരച്ച വരയിൽ നിർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്താൻ ഒന്നുകിൽ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് ഒരു ഭാഗത്ത് കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചോട്ടെ എന്ന് നിങ്ങൾ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് സംശയിക്കാവുന്ന രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റവും സാന്നിധ്യവും ഒക്കെ. ഇപ്പോൾ കേസ് വന്നപ്പോൾ ആള് മുങ്ങി. അതായത് കാല് കുത്താവുന്ന കാലത്തോളം ഞാൻ നടന്ന് പ്രചാരണം നടത്തുമെന്ന് ഇന്നലെ പറഞ്ഞ് 24 മണിക്കൂറിനകം MLA സ്ഥലത്തില്ല, MLA ഓഫീസ് പൂട്ടി, ആള് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് സത്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുകയാണ്. കേട്ടോ ശ്രീ അനൂപ്, അതാണ് അവസ്ഥ. ഗോപി കൃഷ്ണൻ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്താവായല്ല ഞാൻ
ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിട്ടാണ് പങ്കെടുക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തിന് രാഹുൽ പോയതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ, സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്ര മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരകളെക്കുറിച്ച്, ഇരയായ സ്ത്രീകളെ കുറിച്ച് പോലും ഞങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നേ. ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അയാളുടെ ഭാര്യയെക്കുറിച്ച് പോലും അവിഹിതമായ കഥകൾ പറഞ്ഞുണ്ടാക്കിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇരകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ, നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഞങ്ങൾ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. നിൽക്കുമ്പോഴാണ് സജനെ പോലെയുള്ള ആളുകൾ AICCക്ക് കത്തയച്ചിരിക്കുന്നത്. സ്ത്രീപക്ഷ നിലപാടുണ്ടെന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ സംശയിക്കും, അങ്ങനെയാണെന്ന് സംശയിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് വനിതകളെ ഉൾപ്പെടുത്തി ഒരു സമിതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ മുഴുവനും അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത്. അല്ല, അത് പാർട്ടി പരിഗണിക്കുന്നേ. പാർട്ടിക്കകത്ത് അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അത് പാർട്ടി പരിഗണിക്കും. പാർട്ടിക്കകത്ത് ഒരു നേതാവിന്റെ അത്തരമൊരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാവുന്ന സംവിധാനം പാർട്ടിക്കില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.